ഹായ് ഹലോ, ഞാൻ സരാസുസൻ ഫ്രം സരാസുസൻസ് ഹോം മെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായും ടേസ്റ്റിയുമായിട്ടുള്ള നിലക്കടല പായസമാണ്. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ അതിന്റെ കൂടെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പൊ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അതിനായിട്ട് ഞാൻ 1/2 കിലോ കപ്പലണ്ടി അതായത് നിലക്കടല 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നെകയ്ക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ കുക്കർ അടച്ച് കപ്പലണ്ടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കടല 3 വിസിൽ വെച്ച് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലെ വെള്ളം ഒന്ന് കളഞ്ഞ് അരിച്ചെടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച കപ്പലണ്ടിയിൽ നിന്ന് 1 കപ്പ് കടല ഞാൻ എടുത്തൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചൂടായ നെയ്യിലേക്ക് 50 ഗ്രാം കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടിന്റെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 50 ഗ്രാം കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോ നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് 1/2 മുറി തേങ്ങ ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഇതിനി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. തേങ്ങ കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനിയും ഇത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് 100 ഗ്രാം വെർമിcelli അതായത് സേമിയ ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കളർ മാറി വരണം. സേമിയ മൂത്ത് ഇപ്പോ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഒരു തേങ്ങയിൽ നിന്ന് എടുത്ത പാലാണ്. സേമിയ നമുക്കിനി ഈ പാലിലൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. സേമിയ 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കിലോ ശർക്കര ഉരുക്കി അരിച്ചതൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച കപ്പലണ്ടി അതായത് നിലക്കടല ചേർത്ത് കൊടുക്കാം. 2 കപ്പ് 2-ാം പാല്. നമ്മൾ നേരത്തെ അരച്ചു വെച്ച കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരച്ചത് അത്രയും ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിക്കാക്കി എടുക്കണം. പാലൊക്കെ ഒന്ന് വറ്റി കൈ വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.25 കപ്പ് തേങ്ങാപ്പാല് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. തിളക്കരുത്, ചൂടായാൽ മതി. ചൂടായി പത വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് 8 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന്റെ കൂടെ നമ്മൾ നേരത്തെ വറുത്തു വെച്ച കാഷ്യൂനട്ട്, കിസ്മിസ്, തേങ്ങാക്കൊത്ത് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. യോജിപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നിലക്കടല പായസം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.